എല്ലാ പ്രിയപ്പെട്ടവർക്കും റേഡിയോ ഇസ്ലാമിൻ്റെ ഗസ്റ്റ് റൂമിലേക്ക് സ്വാഗതം. ഇന്ന് ഗസ്റ്റ് റൂമിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് എഴുത്തുകാരിയായ ഡോക്ടർ കെ.പി. ഹബ്ബയാണ്. കെ.പി. ഹബ്ബയുടെ മനോഹരമായ കാവൽ എന്ന പുസ്തകം 2 മാസങ്ങൾ കൊണ്ട് തന്നെ ഒരു തരംഗമായി മാറുകയും അതിൻ്റെ പുതിയ 2ാമത് എഡിഷനിലേക്ക് വരികയും ചെയ്യുകയാണ്. ഈ ഒരു സന്തോഷകരമായ മുഹൂർത്തത്തിൽ നമുക്ക് ഡോക്ടർ കെ.പി. ഹബ്ബയുമായി വിശദമായി അവരുടെ എഴുത്ത് ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നീങ്ങാം. സ്വാഗതം ഡോക്ടർ കെ.പി. ഹബ്ബ റേഡിയോ ഇസ്ലാമിൻ്റെ ഗസ്റ്റ് റൂമിലേക്ക്. ഇപ്പം ഹബ്ബ മനോഹരമായ കാവൽ എന്ന പുസ്തകം എഴുതി. തീർച്ചയായിട്ടും ഹബ്ബ കോഴിക്കോട് ജില്ലയിലെ കക്കോടി സ്വദേശിയാണ്. പിതാവ് കെ.പി. ഖാലിദ്, അദ്ദേഹം നല്ലൊരു എഴുത്തുകാരനും ഗ്രന്ഥകാരനുമൊക്കെയാണ്. അതുപോലെ മാതാവ് അനീസ സാമൂഹിക പ്രവർത്തകയാണ്. ഭർത്താവ് ഫിറോസ് ആയംകുറിശി, അദ്ദേഹവും സാംസ്കാരിക രംഗത്ത് കഴിവ് തെളിയിച്ച പ്രതിഭയാണ്. ഈ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനൊരു പുസ്തകത്തിലേക്ക്, മനോഹരമായ കാവൽ എന്നൊരു പുസ്തകം എഴുതാനുണ്ടായ സാഹചര്യം തീർച്ചയായും നമുക്കറിയാം. ഹബ്ബ ജീവിതത്തിൽ അതിജീവിച്ച ഒരു പരീക്ഷണ ഘട്ടം, ബ്രെയിൻ ട്യൂമർ എന്ന രോഗം അവിചാരിതമായി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വരുന്നു. 2 മക്കൾ ഉള്ള ഒരു സമയത്ത്, അതും ചെറിയ ചെറിയ മകൾ 11 മാസം പ്രായമുള്ള ഒരു സമയത്താണ് ഈ രോഗം വരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ ഒരു പുസ്തക രചനയിലേക്ക് ഹബ്ബ വന്നത് എന്ന് പറഞ്ഞു തുടങ്ങാം. അപ്രതീക്ഷിതമായിട്ട് എൻ്റെ ജീവിതത്തിലേക്കൊരു അതിഥി കടന്നു വരികയാണ്. സാധാരണ ഞാനൊരു ഡോക്ടറാണ്. സാധാരണ ഒരു ജീവിതത്തിൽ നിന്ന് അങ്ങനെ തികച്ചും അപ്രതീക്ഷിതമായി എൻ്റെ കാലൊന്ന് വെച്ച് കുത്തുകയും, അങ്ങനെ ഒരു സാധാരണ രീതിയിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോവുകയും പെട്ടെന്നൊരു 2 ദിവസങ്ങൾ കൊണ്ട് ജീവിതം ആകെ മാറി മറിയുകയും ചെയ്യാണ്. അങ്ങനെ ഇതൊരു ബ്രെയിൻ ട്യൂമറാണെന്ന് അത് കണ്ടെത്തുകയും അങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂരിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷമാണോ? അല്ല, 2 വർഷങ്ങൾക്ക് മുൻപാണ്. 2 വർഷങ്ങൾക്ക് മുമ്പ് ജനുവരി ആദ്യത്തെ ആഴ്ചയായിരുന്നു. നിങ്ങളുടെ 30ാമത്തെ വയസ്സിലായിരുന്നു അത്. അന്ന് എൻ്റെ മോൾക്ക് 11 മാസം പ്രായമാണ്. മോൾക്ക് പാൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ ആദ്യമായിട്ട് കോഴിക്കോടേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് കാണിക്കാൻ വേണ്ടി. ഡോക്ടർ ആദ്യം തന്നെ എന്നോട് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ പാലുകുടി നിർത്തണം എന്നാണ്. ഏതൊരു ഉമ്മക്കും സഹിക്കാൻ പറ്റാത്തൊരു കാര്യം, വേറെ എന്തോ നമുക്ക് സഹിക്കാം. അതും ഞാൻ കുറച്ചുകൂടി മക്കളുമായിട്ട് വല്ലാതെ അറ്റാച്ച്ഡ് ആയിരുന്നു. എൻ്റെ മൂത്ത മകൻ 2ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. അങ്ങനെ ഒരു നിമിഷം കൊണ്ട് ഞാൻ എൻ്റെ മക്കളെ വിട്ട് അങ്ങനെ കോയമ്പത്തൂരിലേക്ക് പോവുകയാണ്. പിന്നീട് ജീവിതത്തിൽ കുറച്ച് ദിവസങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ദുസ്വപ്നമാണോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവല്ലോ. ഇത് നടക്കുന്നതാണോ, ദുസ്വപ്നമാണോ? പിന്നീട് ഞാൻ ആ യാഥാർത്ഥ്യത്തിലേക്ക് വരികയാണ്. ഇതൊരു സത്യമാണ്, ഇതൊരു രോഗമാണ്. അങ്ങനെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ കരഞ്ഞുകൊണ്ട് തന്നെയാണ് അതിനെ സ്വീകരിച്ചത്. തീർച്ചയായും ഞാൻ അതിനെ കരഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു സ്വീകരിച്ചത്. പിന്നീട് ഒരു പെട്ടെന്ന് തന്നെ അതൊരു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറയുകയും കോവൈ ഹോസ്പിറ്റലിലെ ഡോക്ടർ സുരേഷ് ജയബാലൻ സർ, ബ്രെയിൻ സർജൻ ആയിരുന്നു. അതെ, കോയമ്പത്തൂരിലെ അദ്ദേഹമാണ് എൻ്റെ സർജറി ചെയ്യുന്നത്. അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് വളരെ ലൈറ്റായിട്ട് എന്നോട് പറഞ്ഞു, ഇത് ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ, നമുക്കിത് മാറ്റിയേ തീരുള്ളൂ. പക്ഷേ ഈ ഒരു കാര്യം 98% എന്താണ് രോഗിയും രോഗിയുടെ ഫാമിലിയും അതുപോലെ നടക്കും. 2% എല്ലാത്തിലും ഉള്ള പോലെ റിസ്ക്. പക്ഷെ എൻ്റെ ഉപ്പാനോട് പറഞ്ഞത് ഏറ്റവും ഭയാനകമായൊരു വേർഷനായിരുന്നു. അതെ 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 ഡോക്ടർ മാറ്റി നിർത്തിയിട്ട് ഇതൊരു പുലിയാണ്, ഇതൊരു കടുവയാണെന്നാണ് പറഞ്ഞത്. അതെ 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 ഇതെന്തും അതിന് എന്തും നമ്മൾ പ്രതീക്ഷിക്കുക. അതായത് കോമയിലാവാം, കാഴ്ച പോകാം, സംസാരശേഷി പോകാം, തളർന്നു പോകാം. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ അതിന്റെ മുന്നിലുണ്ട് എന്നുള്ള കാര്യം എൻ്റെ ഉപ്പാക്ക് മാത്രമേ അറിയൂ. അതെ അതെ അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് സർജറി ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സർജറി ചെയ്യുന്നതിന് മുന്നേ ഞാൻ സ്ഥിരമായി ഖുർആൻ പരിഭാഷ വായിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പം മലയാളമാണ്.
അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ ഒരു ആയത്ത് ഞാൻ അങ്ങനെ പ്രയാസങ്ങൾ വരുമ്പോൾ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് ഖുർആൻ തുറക്കും. അങ്ങനെ ഒരു ശീലമുണ്ട്. അപ്പം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശപ്പെടരുത് എന്നൊരു ഒരായത്ത്. അതെ അതെ അതെ, അതെനിക്ക് ഭയങ്കരമായിട്ടൊരു ഒരു കരുത്ത് പോലെ ആ സമയത്ത് ഫീൽ ചെയ്തു. എന്നാലും അതൊരു വലിയൊരു ആശ്വാസമായിരുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞാൻ മുഴുവനായി ഞാൻ അള്ളാഹുൽ ഭരമേൽപ്പിച്ച് അങ്ങനെ ഞാൻ പോവുകയാണ്. പക്ഷെ എന്നാലും പല കോണിലും ഞാൻ പാല് നിർത്തുന്നത് കൊണ്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ സ്ത്രീകൾക്ക് വരും. പെട്ടെന്ന് നിർത്തുന്നതുകൊണ്ടുള്ള ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ഗൈനക്കോളജിസ്റ്റൊക്കെ വന്ന് ചൂടൊക്കെ പിടിപ്പിച്ച് അത്രയും പെയിൻഫുൾ ആയി. അതായത് പുറമുള്ള ശരീരത്തിൻ്റെ വേദനയെക്കാട്ടിലും ഉള്ളിലുള്ള ഒരു വേദനയാണല്ലോ. അതെ, എനിക്ക് തോന്നി ഞാൻ തികച്ചും ഇഹലോക ജീവിതത്തിൽ നിന്ന് അങ്ങനെ ആയിരുന്നത് കൊണ്ടാവാം എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ആ സമയത്ത് വന്നത്. പിന്നീട് ആദ്യ സർജറി കഴിയാണ്. സർജറി കഴിഞ്ഞ സമയത്ത് മുട്ടിൻ്റെ കാലിന് താഴെ മാത്രമേ തളർച്ച ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഡോക്ടർ എനിക്കൊരു വലിയ ഓക്സിജൻ മാസ്കാണ് തരുന്നത്. അപ്പോൾ ഈ ഓക്സിജൻ മാസ്ക് ഒരു 2-3 ദിവസം ഞാൻ ഓക്സിജൻ മാസ്ക് കൃത്യമായി വെക്കും. പിന്നെ എനിക്കതിലൊരു ബുദ്ധിമുട്ട് തോന്നുന്നതാണ്. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ഇത് എനിക്കൊരു ചെറിയ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞപ്പം ഡോക്ടർ എനിക്കൊരു ചെറിയ ട്യൂബുണ്ട് മൂക്കിലേക്ക് വെക്കുന്ന, ആ ഒരു ചെറിയ ട്യൂബിലേക്കാക്കി മാറ്റാൻ. പിന്നെ കുറച്ച് ദിവസങ്ങളിൽ അതെപ്പോഴോ ഉറക്കത്തിൽ ഏതോ ഒരു ദിവസം അത് തെന്നി മാറിപ്പോയി. അപ്പോൾ ഈ ബ്രെയിനിൽ ഒരു അസുഖം വന്നാൽ അല്ലെങ്കിൽ ബ്രെയിനിലൊരു സർജറി കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ വേണ്ട ബ്രെയിനിന് ഉണക്കത്തിന് ഓക്സിജനാണ്. അപ്പോൾ ആ ഓക്സിജൻ കുറയുകയും എൻ്റെ ഇടത് ഭാഗം മുഴുവനായി തളർന്നു പോയി. മുഖമല്ല, മറ്റ് കൈയും അതെ 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 തളർന്നു പോവുകയാണ് ചെയ്തത്. അങ്ങനെ ആ തളർന്നു പോയ ഒരു ദിവസം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത് തളർന്നു പോയതാണെന്ന് എനിക്ക് അവിടെ ഒരു കൈയും കാലും ഇവിടെ ഉണ്ടോയെന്ന് പോലും ഞാൻ അറിയുന്നില്ല. അപ്പം ഞാൻ സിസ്റ്റർമാരെ ഇടത്തെ കയ്യിൽ വന്ന് സൂചി കുത്തുന്ന സമയത്ത് ഞാൻ ഇവിടെ ഭയങ്കര കടച്ചിൽ പോലെ, അതായത് പെയിൻ അറിയുന്നുണ്ട് പക്ഷെ അനക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഈ സിസ്റ്റർ എന്തോ കുത്തിയത് കൊണ്ട് വന്നതാണ് എന്ന് വിചാരിച്ച് ഡോക്ടറോട് പറയും. ഡോക്ടർ പറഞ്ഞു അതൊരിക്കലും വരില്ല. അങ്ങനെ നോക്കുന്ന സമയത്ത് ബ്രെയിനിൽ എഡിമ വന്ന് പരന്നിട്ടുണ്ടായിരുന്നു. അത്രയും ഭയാനകമായൊരവസ്ഥയിലേക്ക് പോയി. ഒരു പരിധിയുണ്ട് നമുക്ക് സ്റ്റിറോയിഡ് മരുന്നൊക്കെ തരുന്നതിന്. അന്ന് രാത്രി അന്ന് എൻ്റെ ഉമ്മ ഉണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, ഉപ്പാക്ക് പനിയായിരുന്നു. അന്ന് കൊറോണ ആണോ എന്നൊരു ഡൗട്ട് ഉണ്ടായതുകൊണ്ട് ഉപ്പ മാറി നിന്നതായിരുന്നു. അപ്പം അന്ന് രാത്രി ഉപ്പ ഫോണിൽ വിളിക്കുന്നു. ഡോക്ടർ എൻ്റെ ഹസ്ബൻഡിനെ ഉമ്മനെയും കൃത്യം 3 മണിക്ക് റൂമിലേക്ക് വരണം എന്ന് പറഞ്ഞ് ഞാനില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ചുറ്റുള്ളവരുടെ മുഖങ്ങളൊക്കെ മാറുകയാണ്. അന്ന് എൻ്റെ ഭർത്താവിൻ്റെ മുഖം മാത്രം മാറാതെ നിൽക്കുന്നു. അപ്പം ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ വരുമ്പോൾ ഞാനൊരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് എന്തൊക്കെയോ സംഭവിക്കുന്നു എന്ന് മനസ്സിലായി. പക്ഷെ ഞാൻ എന്തോ ഒരു ധൈര്യത്തിൽ അവിടെ ഇങ്ങനെ കടന്നു. ശരിക്കും പറഞ്ഞാൽ ഇവർ തിരിച്ച് റൂമിലേക്ക് വരുന്നത് വരെ ശരിക്കും പറഞ്ഞാൽ ഒരു സമയം പോകാത്ത ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു. പലതും കടന്നു വരുന്നൊരു സമയമായിരുന്നു. പിന്നെ ഇവർ തിരിച്ചു വരുന്നു. അപ്പോഴാണ് എനിക്ക് ഉപ്പാൻ്റെ ഒരു കോള് വരുന്നത്. അപ്പോൾ എൻ്റെ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സഹിക്കാൻ ഉള്ളൊരു ഇത് കുറവായിരിക്കും. അപ്പോൾ ഉപ്പ പെട്ടെന്ന് കരയാണ്. അതായത് ഉപ്പാക്ക് എല്ലാ റിപ്പോർട്ടും വീട്ടിലിരുന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഉപ്പ കരഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, അല്ല ഉണ്ട്, ഞാൻ എവിടെ കൊണ്ടായാലും ഞാൻ നിന്നെ രക്ഷപ്പെടുത്തും, ഞാനുണ്ട് മോളെ എന്ന് പറഞ്ഞു ഉപ്പ കരയാണ്. അവിടെ നിന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ശരിക്കും പറഞ്ഞാൽ മരണത്തിന്റെ ഒരു ഗന്ധം വരിക എന്ന് പറയില്ലേ, അതെ ഞാൻ മരിക്കാൻ പോവാണ്. അതെ 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 എവിടേക്ക് വേണമെങ്കിലും കൊണ്ടുപോകാന്ന് പറയുന്നു. ഡോക്ടറും ഇവരോട് പറഞ്ഞിട്ടുള്ളത് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ പോകാമെന്നുള്ളൊരു ഓപ്ഷനും കൂടി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് രാത്രി മുതൽ പിന്നെ ഞാൻ അതിന് മുന്നൊക്കെ ഞാനിങ്ങനെ എല്ലാവരോടും എന്തെങ്കിലുമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, ഇതെന്താണെന്നറിയണം. ഇതിൽ ഏറ്റവും വലിയ അനുഗ്രഹം ഞങ്ങൾ BDSകാർക്ക് അനാട്ടമി പഠിക്കുമ്പം ബ്രെയിൻ എന്നുള്ള സബ്ജക്റ്റ് ഇല്ല. അനാട്ടമിയിൽ ഹെഡ് ആൻഡ് നെക്ക് വിത്തൗട്ട് ബ്രെയിനാണ്. അതായിരുന്നു അള്ളാഹു തന്ന ഏറ്റവും വലിയ അനുഗ്രഹം. പിന്നെ ഇന്ന് വരെ ഞാനത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുമില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡോക്ടർ പിന്നെ ഞാൻ ഡോക്ടറോടൊന്നും സംസാരിച്ചില്ല. ആരോടും സംശയങ്ങളോ ഒന്നും ചോദിക്കാതെ. ഈ ഒരു സമയത്ത് ഒരു ഇടപെടുകയാണ് ഇതിന്റെ സംസാരിച്ചതിന്റെ ഗൗരവങ്ങൾക്ക് ബോധ്യമായല്ലോ. അതെ അതെ. ആ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മനസ്സിൽ വന്നൊരു പ്രതീക്ഷയോ അല്ലെങ്കിൽ
ചില ആളുകൾ പറ്റ പേടിക്കും. ഏതൊരു സ്റ്റാറ്റസ് ആയിരുന്നു അപ്പോഴത്തെ ഒരു മനോനില? ഞാൻ ചെയ്ത ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ആ സമയത്ത് എനിക്ക് വിളിക്കാനുള്ളവരൊക്കെ ഞാൻ വിളിച്ചു. സുഹൃത്തുക്കളും റിലേറ്റീവ്സ്. അതായത് ഞാൻ ചെയ്ത തെറ്റുകളാണ് എനിക്ക് ഓർമ്മ വന്നത്. ശരിക്കും ഞാൻ ചെയ്ത തെറ്റുകൾ ഞാൻ രോഗം മാപ്പ് പറയായിരുന്നു. അവസാനിച്ചു നിങ്ങൾക്ക് തോന്നുകയാണ്? അതെ അതെ അതെ. അപ്പോൾ ആ ഒരു പോയിന്റിൽ ഞാൻ ചെയ്ത തെറ്റുകൾ എവിടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഓർക്കുകയും എല്ലാവരെയും നമ്പർ എടുത്ത് ഉമ്മാൻ്റെ ഫോണിനും ഹസ്ബൻഡിൻ്റെ ഫോണിനും ആയിട്ട് എല്ലാവരെയും വിളിച്ചു മാപ്പ് പറഞ്ഞു. അപ്പോൾ അവരൊക്കെ എനിക്ക് മാപ്പ് തരുന്നു. പിന്നെ എല്ലാവരും ഭയങ്കരമായൊരു ധൈര്യമാണ് അവർ തരുന്നത്. അപ്പം മാപ്പിൽ ഈ ലോകത്ത് മനുഷ്യരോട് ചെയ്ത തെറ്റ് നമ്മൾ മനുഷ്യരോട് തന്നെ മാപ്പ് ചോദിക്കണം. അപ്പോൾ ആ ഒരു പോയിന്റിൽ ഞാൻ പല കാര്യങ്ങളും മനസ്സിലാക്കുകയാണ്. ആ ഒരു പോയിന്റിൽ നമ്മൾ മരിക്കാൻ പോവുകയാണല്ലോ, ആ മരണത്തിന് ഞാൻ ശരിക്കും റെഡിയായി നിൽക്കുകയായിരുന്നു. ശരിക്കും ആ രാത്രി ഞാൻ ശരിക്കും റെഡിയായി നിൽക്കുകയായിരുന്നു. പിന്നെ ഞാൻ ചിന്തിച്ചു, ഇനി എൻ്റെ മുന്നിൽ എത്ര നിമിഷങ്ങളുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ സമയം ഞാൻ അള്ളാനോട് ചോദിച്ചോളാം. ആ രാത്രി ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് കൃത്യമായിട്ട്. രാത്രി മുഴുവൻ ഞാൻ ഉറക്കം വരുന്നത് വരെ, ഞാൻ ഉറങ്ങുന്നത് വരെ അള്ളാനോടൊരു സംസാരിക്കുകയായിരുന്നു. എൻ്റെ വിഷമവും എല്ലാം സംസാരിച്ച് എൻ്റെ പ്രയാസങ്ങളും എൻ്റെ മനസ്സിൽ അപ്പം എന്തൊക്കെ തോന്നിയോ അള്ളാനോടുള്ളൊരു മനോഹരമായൊരു സംസാരമായിരുന്നു അത്. അതിനുശേഷം പിറ്റേ ദിവസം തന്നെ ഫിസിയോതെറാപ്പിസ്റ്റുകൾ റൂമിൽ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എന്നെ കൊണ്ടുപോയി കിടത്തുകയാണ്. ആ സമയത്ത് എൻ്റെ ഒരു സൈഡ് ഫുള്ള് 0 ആണ്. ആദ്യത്തെ ദിവസം വന്ന ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ടായിരുന്നു, അവൻ ആനന്ദ് എന്നാണ് പേര്, ഉടനീളം പുസ്തകത്തിലൊരു ഹീറോ ആണ്. അതെ അതെ അതെ. അപ്പോൾ ആനന്ദ് എന്നെ നോക്കും. അവിടുന്ന് ആനന്ദ് വരുന്നുണ്ട്, സുരേഷ് സാർ ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരികയാണ്. എന്നിട്ട് അവർ സംസാരിക്കുന്നുണ്ട്, അപ്പോൾ കറണ്ട് വെക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അന്ന് ആനന്ദ് ഇങ്ങനെ എന്നെ കൂളാക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നും എനിക്ക് തോന്നുന്നു ഞാൻ മക്കളെക്കുറിച്ചുള്ളൊരു ചിന്ത വിട്ടിട്ടില്ല. അങ്ങനെ അന്ന് രാത്രിയും ഞാൻ ഇതേപോലെ അള്ളാഹുവിനോട് സംസാരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അന്ന് രാത്രിയാണ് എൻ്റെ കയ്യിൻ്റെ വിരലുകൾക്ക് എന്തോ ഒരു വ്യത്യാസം പോലെ എനിക്കിങ്ങനെ ഫീൽ ചെയ്യുക. എൻ്റെ വിരലുകൾ ചെറുതായി ഇളകുന്ന പോലെ. അങ്ങനെ ഞാൻ മെല്ലെ ആദ്യം എൻ്റെ ചൂണ്ട് വിരലിനെ ഈ തള്ള വിരലിനോട് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്തു. എത്രയോ സമയത്ത് നമ്മളെ ജീവിതത്തിൽ ഞാൻ ഈ വിരൽ തൊട്ടിട്ടുണ്ട്, പക്ഷെ ആ സമയം ഞാൻ വീണ്ടും 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 തൊട്ട് നോക്കി. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഈ ചെറിയൊരു ഇത് അള്ളാഹുവാണ്. നമ്മളൊറ്റയ്ക്ക് ഇളകുകയല്ല, അല്ലെങ്കിൽ നമ്മളൊറ്റയ്ക്ക് ചലിക്കുകയല്ല, നമ്മളൊറ്റയ്ക്ക് ഒന്നും നമ്മളെ ചെറിയൊരു ഇളക്കം പോലും അള്ളാഹുവിൻ്റെ എത്രമാത്രം വലിയൊരു അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കുന്നതും ആ ഒരു നിമിഷത്തിലാണ്. ശരിക്കും ഈ നിങ്ങൾ ഹോസ്പിറ്റലിലെത്തി സർജറിക്ക് വിധേയായി അത് കഴിഞ്ഞ് എത്രാമത്തെ ദിവസം ഏകദേശം ഈ സംഭവം? 7-ാമത്തെയോ 8-ാമത്തെയോ ദിവസമായിരിക്കും. അപ്പോൾ അതിന് ഈ ഒരു ടച്ച് ഇതിന് ശേഷമാണ് ഞാൻ, അതായത് എൻ്റെ ആ ഒരു നെഗറ്റിവിറ്റി എൻ്റെ കംപ്ലീറ്റ് പോകാൻ തുടങ്ങി. കാരണം ഞാൻ ചിന്തിച്ചത് ഞാൻ ഇത്രമാത്രം തെറ്റുകൾ ഞാൻ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് തെറ്റുകളുണ്ട്. അതെ അതെ. ആ തെറ്റുകളെ കുറിച്ചൊക്കെ ഓർത്ത് പിന്നെ ഞാൻ വിചാരിച്ച് ഈ മുന്നോട്ട് എനിക്ക് കിട്ടിയ ഇത്ര സമയമാണ്, ആ സമയം വിനിയോഗിക്കണം എന്നുള്ളത്. പിന്നെ ഏറ്റവും അധികമായിട്ട് എൻ്റെ ഉള്ളിൽ വന്നത് അള്ളാഹു എന്താണ് എന്ന് എൻ്റെ വിരലിലൂടെ അള്ള പറഞ്ഞു തന്നു. അതെനിക്കിങ്ങനെ ലോകത്തോട്ട് ഇങ്ങനെ ഉറക്കെ വിളിച്ച് പറയാൻ തോന്നുന്നൊരവസ്ഥയായിരുന്നു. അന്ന് ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് കുറച്ച് കളർ പെൻസിൽസ് വേണം, ബുക്ക് വേണം. അങ്ങനെ ഈ വിരലുകൾ മാത്രമേ ഇളകിയിട്ടുള്ളൂ, പക്ഷെ ബാക്കിയുള്ള ഭാഗം ഒന്നുമില്ല. അപ്പം ബെഡിലിരുന്ന് അല്ലെങ്കിൽ ചെയർ വെച്ചിട്ടിരിക്കും, തലയാണം മടിയിൽ വെക്കും, അതിൻ്റെ മുകളിൽ പുസ്തകങ്ങൾ വെച്ച് ഞാൻ കളറിങ് ചെയ്തു തുടങ്ങി. എന്നിട്ട് അതിൽ അതെ ഓരോ എഴുത്തുകളായിട്ട് ഞാനിത് വാട്സപ്പിൽ എൻ്റെ ഗ്രൂപ്പുകളിലേക്ക്, ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പ്, കുടുംബ ഗ്രൂപ്പുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഇട്ട് കൊടുക്കാൻ തുടങ്ങിയപ്പം സാധാരണഗതിയിൽ ഒരു രോഗം വന്ന എല്ലാവരും, എൻ്റെ ഫാമിലി എല്ലാവരും പെട്ടെന്നുള്ളൊരു വാർത്താണ്. അപ്പോൾ അവർ എല്ലാവരും ഒരു വിഷമിച്ചിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു ആശ്വാസം ആവാൻ തുടങ്ങി. പിന്നെ ഞാൻ മെല്ലെ ഇത് എഴുതി തുടങ്ങി അനുഭവങ്ങൾ. രാവിലെ ഞാൻ വരയ്ക്കുകയാണെങ്കിൽ വൈകുന്നേരം ഞാൻ എഴുതും ഹോസ്പിറ്റലിൽ ഇരുന്നിട്ട്. അങ്ങനെ 1-2 പ്രാവശ്യമായിട്ട് ഞാനിങ്ങനെ കത്തുകൾ എഴുതി തുടങ്ങി. അതായത് ഞാൻ ഡയറി കുറിപ്പുകൾ പോലെ തന്നെ എൻ്റെ കാര്യങ്ങൾ മറ്റുള്ളവർ അറിയണം, അതായത് ആ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ എഴുതി തുടങ്ങുന്നത്. ഒരുപാട് എഴുതാനുണ്ടായിരുന്നു എനിക്ക്.
പിന്നീട് എൻ്റെ ലൈഫ് മുഴുവൻ മാറുകയാണ്, മൊത്തം മറക്കുകയാണ്. എൻ്റെ ഏറ്റവും വലിയൊരു പ്രയാസം ഉണ്ടായിരുന്നത് മക്കളെക്കുറിച്ചായിരുന്നു. അപ്പം എനിക്ക് താനെ അള്ളാഹു ഇങ്ങനെ ഒരു പകൽക്കിനാവ് എന്നൊക്കെ പറയില്ല, അതേപോലെ എനിക്കിങ്ങനെ ഭയങ്കരമായ ധൈര്യം. എനിക്ക് ഓർമ്മ വന്നൊരു കഥ ഉണ്ട്. ആ സമയത്ത് മൂസാ നബീൻ്റെ ഉമ്മ ഫിറൗന്റെ അടുത്തേക്ക് എങ്ങനെ ഒഴുക്കുന്ന പെട്ടിയിലാണ് ഒഴുക്കാണ്. എന്ത് ധൈര്യത്തിലാ സ്വന്തം കുഞ്ഞിനെ അങ്ങനെ ഒഴുക്കുന്നത്? കാരണം മോളിൽ അള്ളുണ്ട് എന്നുള്ള ധൈര്യത്തിലല്ലേ, അല്ലേ? അപ്പൊ ഈ വിരൽ എൻ്റെ റബ്ബിനെ അളക്കാൻ പറ്റുമെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാ അമ്മമാർക്കും കിട്ടിയിട്ടുള്ള അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഒരു ശതമാനത്തിൽ എത്രയോ കുറവാണ് എന്നാണ്, അങ്ങനെയാണല്ലോ പറയുന്നത്. അപ്പം അള്ളാഹുവിന്റെ കാരുണ്യം എന്തായിരിക്കും? ഏറ്റവും കൂടുതൽ നമുക്കുള്ളോട് ഇഷ്ടം ഉണ്ടാവും അള്ളാഹ്ക്കല്ലേ. അപ്പോൾ അള്ളാഹുവിന്റെ ആ കാരുണ്യത്തിന്റെ ഒരു ശതമാനമല്ലേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ആ മൂസാ നബീനെ തൊട്ടില് എങ്ങനെയാണോ ഒഴുക്കിയത് അതുപോലെ ഞാൻ എൻ്റെ മക്കളെ എൻ്റെ മനസ്സിൽ നിന്ന് അതുപോലെ ഞാൻ ഇറക്കി വിട്ടു. ശരിക്കും പറഞ്ഞാൽ ഞാൻ മാറ്റി വെച്ചു. അതെ, അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു. എനിക്കറിയായിരുന്നു എൻ്റെ മക്കൾ അള്ളാഹിൻ്റെ മുന്നിലാണ്. ഉറപ്പായിട്ടും അവർ, എനിക്ക് തോന്നുന്നു എന്നെക്കാട്ടിലും കൂടുതൽ ആ ഒരു സമയത്ത് എല്ലാവരും ഒരുപാട് ആളുകൾ എൻ്റെ മക്കളെ പ്രൊട്ടക്റ്റ് ചെയ്തു നടന്നു. അപ്പോൾ ആ ഒരു സന്തോഷമായിരുന്നു ഫസ്റ്റ് എൻ്റെ മനസ്സിലേക്ക് കയറി വന്നു. പിന്നെ ഓരോ ഈ ലോകത്തുള്ള എല്ലാ ചിന്തകളും ഞാൻ മറക്കുകയായിരുന്നു. പിന്നെ ഒരു പുതിയ ജീവിതമായിരുന്നു. അങ്ങനെയാണ് പിന്നീട് സ്കൂളായിട്ട് ഞാൻ കാണാൻ തുടങ്ങിയത്. പിന്നെ ആശുപത്രിയെ ഒരു സ്കൂളായിട്ട്. നിങ്ങൾ നേരത്തെ കോഴിക്കോട് സ്കൂളിൽ, പിന്നെ അത് കഴിഞ്ഞ് ഡെന്റൽ കോളേജൊക്കെ പഠിക്കുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അതെ അതെ, ആ ഒരു എക്സ്പീരിയൻസ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാണ്. പിന്നെ അതെ അതെ അതെ, അതിലും മനോഹരമായ എക്സ്പീരിയൻസ്. ഞാൻ തമാശയിൽ പറയുന്നു, കാരണം ഉച്ചവരെ ഇരുന്നു ഫിസിയോതെറാപ്പി ഉണ്ടാവും. അപ്പോൾ ഞാൻ എല്ലാവർക്കും വീൽ ചെയറിലാവുമ്പോൾ ഒരു വിഷമാണ്. എനിക്കിത് എൻ്റെ കുഞ്ഞു മോക്ക് വാക്കറുണ്ടല്ലോ, അതിനേക്കാൾ മനോഹരമായിട്ടുള്ള ഒരു കളിവണ്ടിയായിരുന്നു. എനിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു. സെക്യൂരിറ്റി മുതൽ ഒരുപാട് അക്കന്മാർ എന്നെ തള്ളി തന്നിരുന്നു. ഇന്നും ഞാൻ ചിന്തിക്കും, കാരണം അവരുടെ കാലുകൊണ്ടാണ് അവരെ കാലുകൾ കൊണ്ടാണ് ഞാൻ നടന്നത്, അവരുടെ കൈ കൊണ്ടാണ് ശരിക്കും ഞാൻ നടന്നത്. അപ്പോൾ അവരോടൊക്കെ ഞാൻ താങ്ക്സ് പറയും, അവരോടൊക്കെ ചിരിച്ച് അവരോടൊക്കെ ഒരു ചെറിയൊരു പുഞ്ചിരി മതി അവരെ ലൈഫിൽ അന്നൊരു, ശരിക്കും പറഞ്ഞാൽ അവരെ ലൈഫിൽ ആ ഒരു ദിവസം തിളങ്ങാൻ. അപ്പം അങ്ങനത്തെ ഒരുപാട് ചെറിയ ചെറിയ ലൈഫിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ അവിടെ നോട്ട് ചെയ്യാണ്. പിന്നെ അവരായിരുന്നു എൻ്റെ ലോകം. ഡെയിലി ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് ആണ് പിറ്റേ ദിവസം. അതെ അതെ അതെ, പിറ്റേ ദിവസം രാവിലെ എഴുതും. സ്ഥിരമായിട്ട് എഴുതാൻ തുടങ്ങി. എന്നിട്ട് പിന്നെ ഞങ്ങളൊരു ഫസ്റ്റ് സ്റ്റെപ്പിൽ അവിടുന്ന് ഡിസ്ചാർജ് ആയി പോരുന്നില്ല. അതെ അതെ അതെ, ഡിസ്ചാർജ് ആയിട്ട് തൊട്ടടുത്ത് നമ്മളൊരു ഫ്ലാറ്റ് എടുത്തിട്ട് അവിടേക്കാണ്. അതെ അതെ. പിന്നെ നിങ്ങൾ ഈ പുസ്തകത്തിൽ പറയുന്നത് വീണ്ടും ഒരു സർജറിക്ക് വിധേയമായ അതിന്റെ ഒരു കാര്യം. ആദ്യം നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷം 30 റേഡിയേഷനും, അതായത് 90% മാത്രമേ ഇത് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. 10% അവിടെ ഉണ്ടായിരുന്നു. അതെ അതെ. അപ്പൊ അത് റിമൂവ് ചെയ്യണമെങ്കിൽ 30 റേഡിയേഷൻ തന്നെ ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ 30 റേഡിയേഷനും 6 കീമോയും പറഞ്ഞു. ഈ റേഡിയേഷൻ 30 എണ്ണം ചെയ്യുന്നതിനിടയിൽ തന്നെ എൻ്റെ മുഖത്ത് നീര് വന്നു തുടങ്ങിയിരുന്നു. അപ്പം സ്റ്റിറോയിഡിൻ്റെ നീരും ഉണ്ട്. അപ്പം ബോഡി മൊത്തം തടിച്ച് ഒരു വിരൂപതയിലേക്കൊക്കെ പോയിരുന്നു. അപ്പം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല ഇതെന്തുകൊണ്ടാണെന്നുള്ള. അപ്പം ഈ വന്ന ഇളക്കങ്ങളൊക്കെ തിരിച്ചു പോകാൻ തുടങ്ങി. അതിപ്പോൾ കുറച്ച് 2, 3, 4, 5 മാസങ്ങൾക്കുള്ളിൽ നടന്നതാണ്. ഇങ്ങനെ തിരിച്ചു പോകും, തുടർച്ചയായ അപസ്മാരം വരും. അപ്പം അപസ്മാരം വരുമ്പോഴും ഈ രോഗത്തിന്റെ ഭാഗമായി വരുന്ന നേരത്തെ അത് എന്താന്ന് നമ്മൾ അപ്പം മനസ്സിലായില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു സംഭവം, അതായത് ബ്രെയിനിൽ ഒരു സിസ്റ്റ് രൂപപ്പെട്ടു. സിസ്റ്റ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ കുമിള, അതിൽ കുറച്ച് പൊടികൾ ഉണ്ടായിരുന്നു. അപ്പം അത് നമ്മൾ വാട്ടർ ഫിൽഡ് സിസ്റ്റ് വിത്ത് ഗ്രാന്യൂൾസ് എന്ന് പറയും. അപ്പോൾ ആ ഗ്രാന്യൂൾസ് ട്യൂമറിസ്റ്റിക് ആണോ എന്ന് ഡോക്ടർക്ക് പേടി തോന്നി. അതുകൊണ്ട് തന്നെ നമുക്ക് അത് ബയോപ്സിയും കാര്യങ്ങളൊക്കെ അയക്കണം. പിന്നെ നിർബന്ധമായിട്ട് അത് ഓപ്പൺ ചെയ്ത് തന്നെ എടുക്കേണ്ടിയിരുന്നു. അപ്പൊ രണ്ടാമതും ആദ്യത്തെ പോലെ വീണ്ടും ഒരു മേജർ സർജറി മുകളിൽ തന്നെ. അങ്ങനെ 2 ഹെയർ ബാൻഡുകൾ ഇട്ടു. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ മേജർ സർജറിയാന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. രണ്ടാമത്തത് അത് ചെറിയൊരു സർജറിയാ എന്ന് പറഞ്ഞ് ശരിക്കും പറഞ്ഞ ഡോക്ടർമാരടക്കം അവിടെ ശരിക്കും നിന്ന് ഇവരൊക്കെ അഭിനയിച്ചു. പ്രത്യേകിച്ച് ആനന്ദ് വൈകുന്നേരമൊക്കെ ഇരുന്ന് ഫുൾ ഒരുപാട് നേരം ഇരുന്നിട്ട് എന്നെ കൂളാക്കി. അതെ,
ഇതൊരു ചെറിയ ബലൂണാണ്, അപ്പോൾ ചെറിയൊരു ഭാഗം ചെറിയ ഞാൻ രാത്രിയും ആദ്യത്തെ സർജറിക്ക് മുഴുവൻ മുടിയെടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ രണ്ടാമത്തെ സർജറീൻ്റെ സമയത്തും ഈ മുടിയെടുക്കുന്ന സമയത്ത് മുൻഭാഗത്തെ മുടിയും ഇവരെടുത്തിട്ടില്ല. അപ്പം ഞാൻ കുറച്ച് വളർന്നിട്ടുണ്ടായിരുന്നു, പിന്നെ റേഡിയേഷനിലും കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവരോട് ചോദിക്കുന്നുണ്ട്, പിന്നെ ഈ മുടി നിങ്ങൾ പിന്നെ ഫുൾ എടുക്കണ്ടല്ലോ, ചെറിയ സർജറി അല്ലേ, അത്രയും ചെറുതല്ലേ എന്നേ കണ്ടു. പക്ഷെ രണ്ടാമത്തെ പ്രാവശ്യം എനിക്ക് ഭയങ്കര ധൈര്യമായിരുന്നു, വിഷമമുണ്ടായിരുന്നു. കാരണം മക്കൾ അതിനിടയിൽ വരികയും പോവുകയൊക്കെ ചെയ്തിരുന്നു, സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ ഭയങ്കരമായ ധൈര്യമായിരുന്നു. പിന്നെ ഞാൻ എന്താണെങ്കിലും പോവുകയാണെങ്കിലും റബ്ബിൻ്റെ അടുത്തേക്കല്ലേ പോകുന്നത്. അപ്പോൾ ആ ഒരു ഞാൻ ലൈഫിൽ ആ ഒരു ടൈം ഞാൻ നന്നായി വിനിയോഗിച്ചു എന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നു, സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മരണത്തിന് റെഡിയായി ഷഹാദത്ത് കളിയുമ്പോൾ ചൊല്ലിയിട്ടാണ് പോകുന്നത്. പിന്നെ ആനന്ദൊക്കെ പറയുന്നു ഒന്ന് ഉറങ്ങി എണീറ്റ് വരാം, പക്ഷെ അവർക്കൊക്കെ ഇത് 6.5 സെൻറ്റിമീറ്റർ വലിപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ കോമയിലാവുന്നതിൻ്റെ ശരിക്കും 4 ദിവസം മുൻപാണ് ശരിക്കും അള്ളാഹു എല്ലാത്തിൻ്റെയും അറ്റത്ത് കൊണ്ട് എത്തിച്ചിട്ടുണ്ട്, അങ്ങനെ സുരക്ഷിതമായിട്ട് കൊണ്ട് വലിച്ച് ലൈഫിൻ്റെ എല്ലാ ഒരു ഇമ്പോർട്ടൻസും ശരിക്കും ബോധ്യപ്പെടുത്തി തന്നു. ഓക്കെ. പിന്നെ അങ്ങനെ ഇത് നിങ്ങൾ ഈ ഡയറി കുറിപ്പുകൾ സോഷ്യൽ മീഡിയ മീൻസ് ചിലതൊക്കെ FB-ലൊക്കെ എഴുതിയിരുന്നു അല്ലേ? FB-ലേക്കാട്ടും കൂടുതൽ വാട്സപ്പിൽ തന്നെയായിരുന്നു. അങ്ങനെ പിന്നെ നമ്മുടെ മോട്ടിവേറ്റർ പിന്നെ ഗഫൂർ എഴുതി കണ്ടു. അങ്ങനെ ഗഫൂറിലേക്ക് ഇത് എത്തുന്ന ഞങ്ങൾ നേരത്തെ കണക്ഷൻ. അതെ, ഞാൻ ഒരു ദയാപുരത്ത് ഒരു ക്യാമ്പിന് പോയ സമയത്ത് ഉള്ള പരിചയമാണ്. പക്ഷെ എനിക്ക് അസുഖം വരുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞങ്ങൾ കാണാനിടയായി. അപ്പോൾ ഞാൻ ഈ അസുഖമായി കിടന്ന സമയത്ത് ഞാൻ ഈ ഒരു വിവരം പറഞ്ഞ് എല്ലാവരെയും പ്രാർത്ഥിക്കാൻ പറഞ്ഞ് വിളിച്ച കൂട്ടത്തിൽ ഞാൻ ഗഫൂർ ഖാനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ വീഡിയോ ഇറങ്ങുന്നത് സത്യത്തിൽ ഈ രണ്ടാമത്തെ സർജറിന്റെ തൊട്ട് മുന്നേ റമദാൻ മാസത്തിലാണ്. അതെ അതെ, ശരിക്കും ആ സമയത്ത് ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടി നിൽക്കുകയാണ്. പക്ഷെ മനസ്സെന്തോ തളരാത്തോണ്ട് അന്നൊക്കെ ഞാൻ എഴുതിക്കൊണ്ടിരുന്നു. ചില ആ എഴുത്തുകളിൽ തന്നെ അറിയാം ഓരോ ഡയറിക്കുറിപ്പിൻ്റെ അക്ഷരം എഴുതാൻ കഴിയാതെ, പക്ഷെ എന്നാലും ഞാൻ മുഴുമിപ്പിച്ചിരുന്നു. ആ സമയത്താണ് ഈ വീഡിയോ ഇറങ്ങുന്നത്. പക്ഷെ ഒരുപാട് ആളുകളുടെ പ്രാർത്ഥന വീഡിയോയിലൂടെ എനിക്ക് കിട്ടി, ഒരുപാട് ആളുകളുടെ പ്രാർത്ഥന. അതിനുശേഷമാണ് രണ്ടാമത്തെ സർജറി വരുന്നത്. അപ്പം അതും നിങ്ങൾ അതിജീവിച്ചു വന്നു. പിന്നെ ഇതൊരു മനോഹരമായ കാവൽ എന്ന ഈ പുസ്തകത്തിലേക്ക് വരുന്ന ആ ഒരു പ്രയാണം എങ്ങനെ? നിങ്ങൾ ആദ്യ പുസ്തകമാണിത്, മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഈ ഭാഷ കണ്ടാൽ തന്നെ എഴുത്തുകളെ ഒരു കൂടെ ഉണ്ട്, പിതാവ് എഴുത്തുകാരനാണ്, ആ ഒരു താവഴിയുണ്ട്. അപ്പോൾ ഈ പുസ്തകത്തിലേക്ക് വരുന്ന ആ ഒരു ടേണിങ്സ് പറയാം. ഇത് ഒരു 8-9 മാസത്തോളം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇത് എഴുതാണ്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് പിന്നെ ഈ ദിവസം എന്താ പറയുക, ഇത് കണ്ടിട്ടില്ലെങ്കിൽ അവർക്ക് ടെൻഷനായിരുന്നു. അപ്പോൾ ഇതിന്റെ കൂടെ ചായ കുടിക്കുക, പത്രം കിട്ടുന്ന പോലെ ആയിരുന്നു. അപ്പോൾ ഒരു ദിവസം അതെ, ആകെ ഞാൻ അത് എഴുതാതിരുന്ന ദിവസം എൻ്റെ രണ്ടാമത്തെ സർജറിന്റെ സമയത്ത് രണ്ട് കൈയിലേക്ക് നമുക്ക് മാറ്റി കുത്തും ഇത് അത്രയും സ്റ്റിറോയിഡ് കയറ്റുമ്പോൾ. പക്ഷെ അന്ന് രാവിലെ ഞാൻ പോകുന്നതിന് മുന്നേ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ഒരു 5 ദിവസം ആ ഒരു അഡ്മിറ്റ് 5 ദിവസം മാസ്കും ഉണ്ടായിരുന്നു, കണ്ടിന്യൂസ് മാസ്ക് വെച്ചതുകൊണ്ട് ആ ഒരു 5 ദിവസം ഒഴികെ ബാക്കി എല്ലാ ദിവസവും ഞാൻ എഴുതിയിരുന്നു. പിന്നീട് ഈ പുസ്തകം എഴുതാൻ വേണ്ടി ഞാൻ സ്റ്റോപ്പ് ചെയ്തതാണ്. അപ്പോൾ പുസ്തകത്തിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഉപ്പാണ്. അപ്പൊ ഞാൻ വിചാരിച്ചത് ഈ ഉബ്ബ എന്ന്, ചെറുപ്പത്തിൽ പാ എന്ന അക്ഷരം കിട്ടാത്തോണ്ട് ബായി പോയതാണ്. അപ്പോൾ ഉബ്ബ എന്നോട് പറയാണ് ഈ ഒരു പുസ്തകം. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഈ ഡയറി മുഴുവൻ പുസ്തകമാക്കാന്നുള്ള ആ ഒരു ഇതിലാണ്. അപ്പോൾ ഉപ്പ പറഞ്ഞു ഇത് ഇങ്ങനെ ഫുള്ള് പുസ്തകമാക്കാൻ പറ്റൂല, ഇതൊന്നെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാം, എന്നിട്ട് അവർ അത് ആക്കിയിട്ട് എഴുതിക്കോട്ടെ. അങ്ങനെ നമ്മൾ അങ്ങനെ ആയിരുന്നു ചിന്തിച്ചത്. പിന്നെ ഞാൻ ആ ദിവസം അങ്ങനെ ചിന്തിച്ചു എന്തുകൊണ്ട് എനിക്ക് തന്നെ എഴുതിക്കൂടാ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞു ഞാൻ തന്നെ എഴുതിക്കോളാം. ഡയറി വെച്ചിട്ട് നിങ്ങൾ ഞാൻ തന്നെ പകർത്തിയതല്ല, ശരിക്കും ഡയറി വെച്ചു. ഡയറി കൃത്യമായിട്ട് ഡയറികൾ വെച്ചിട്ടാണ് എഴുതിയത്. ആ ഡേറ്റും ഡയറികളും ഉള്ളതുകൊണ്ട് ഇത് ഒരുപാട് ഗുണകരമായി. ഇപ്പൊ നമ്മൾ ഓർമ്മകൾ റെഫറൻസ് കൃത്യമായിട്ടുള്ള ഓരോ ഓർമ്മകൾ ആ റെഫറൻസ് കറക്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഡേറ്റ് ഒന്നും തെറ്റാതെ കൃത്യമായിട്ട് എഴുതാൻ പറ്റിയത്. അത് എഴുതുന്ന സമയത്ത് ഒരുപാട് പെയിൻഫുൾ ആയിട്ട് അത് എഴുതിയത്. കാരണം എനിക്ക് അന്നും ഇടത്തെ കൈ ഇളകുന്നുണ്ടായിട്ടില്ല. വീണ്ടും തിരിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിലും ഇത് ഇത്രേ പൊന്തുള്ളായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ അന്നും എഴുതുന്ന സമയത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഐസ് പാക്ക് വെക്കണം, ഒരുപാട് വേദന ഉണ്ടായിരുന്നു എഴുതുമ്പോൾ. ഇപ്പോഴും എഴുതുമ്പോൾ കൂടുതൽ സമയം ഇരിക്കാൻ നമുക്ക് പ്രയാസമാണ്, എഴുതുമ്പോൾ കൂടുതൽ നേരം ഇരുന്ന് എഴുതാൻ. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ ആണ് ഹസ്ബൻഡ് കൂടെ ഇരുന്നിട്ടാണ്
ഇത് ശരിക്കും പറഞ്ഞ പകരം ഹസ്ബൻഡ് ശരിക്കും പിന്നെ അദ്ദേഹം പിന്നെ UAE ദുബായിൽ ജോലിയിലായിരുന്നു. ഒരു അസുഖം വന്നതിന് ശേഷം ജോലി ഉപേക്ഷിച്ചിട്ട് തന്നെ നാട്ടിലേക്ക് വരുമായിരുന്നു. ഒരു യാത്ര അതൊന്ന് പറയാം. അതാണ് ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് തന്നെയാണ് ഇതിൽ ഏറ്റവും എൻ്റെ എന്താ പറയുക ബാക്ക് സപ്പോർട്ട് എന്ന് പറയുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? അന്ന് 10 വർഷം. 10 വർഷമായി. കൃത്യം സത്യത്തിൽ ഡിസംബർ 17 ഞങ്ങളെ 10ാം വാർഷികം കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു. അതെ. അപ്പം ഹസ്ബൻഡ് നാട്ടിലേക്ക് വരാൻ വേണ്ടി നിൽക്കുന്ന ഒരു സമയമായിരുന്നു. ഞാനും മോനും ഇങ്ങനെ ഡേറ്റ് വെട്ടി കലണ്ടറിൽ ഡേറ്റ് വെട്ടി കാത്തുക്കുക പറയില്ലേ, അങ്ങനെ കാത്തു നിൽക്കുന്ന സമയത്താണ്. അപ്പം പെട്ടെന്ന് വന്ന സമയത്ത് ഹസ്ബൻഡ് പെട്ടെന്ന് നാട്ടിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. പക്ഷെ അതിനുശേഷം ഇന്ന് വരെ ഇപ്പോഴും ഹസ്ബൻഡ് കൂടെ തന്നെയാണ്. അതാണ് അത് നമ്മളൊരു കൂടെ നിൽക്കുന്ന ആളുടെ പരിചരണം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അത്. അതെ. അതിപ്പോ എനിക്ക് തോന്നുന്നു പാരന്റ്സ് നിൽക്കുന്നതിനേക്കാളേറെ പാർട്ട്നേഴ്സ് തന്നെയാണ്. ഞാനല്ല അങ്ങനെയാണ് എണ തുണ എന്ന് പറയില്ല, ശരിക്കും എണ വീണ് പോകുമ്പോ തുണയായിട്ട് എൻ്റെ ഹസ്ബൻഡ് തോന്നുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അത് വലിയൊരു സൗഭാഗ്യം തന്നെയാണ്. അത് തന്നെയാണ്. പിന്നെ ഹസ്ബൻഡിന്റെ വീട്ടുകാരാണെങ്കിലും ഒക്കെ ആ സമയത്ത് എല്ലാവരും എൻ്റെ ഫാമിലിയോ ഹസ്ബൻഡിന്റെ ഫാമിലിയോ ഒക്കെ മക്കളായി അതിനിടയ്ക്ക് ഹസ്ബൻഡിന്റെ ഉമ്മ നോക്കി, ഉമ്മൻ്റെ അടുത്തേക്കാണ് പോയത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ജേണിയിൽ. ഓക്കെ. അപ്പോൾ പിന്നെ നമുക്കൊരു മെസ്സേജ് എന്നുള്ള നിലയ്ക്ക് ഇപ്പം ഈ രോഗം ഇപ്പം വ്യാപകമാണല്ലോ, എല്ലാ രോഗങ്ങളും വ്യാപകമായ ഒരു കാലഘട്ടമാണ്. ഇപ്പോഴും ഇന്നിപ്പോൾ ഒരു വാർത്ത, എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് പിന്നെ ക്യാൻസർ സ്ഥിരീകരിച്ചിട്ട് ചികിത്സയ്ക്ക് പോയിട്ടുണ്ട്. ഞാൻ പറയുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ അവരോട്, രോഗിയോടും ബൈസ്റ്റാൻഡേഴ്സിനോടും നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ്? നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാനും. രോഗം എന്ന് പറഞ്ഞാൽ ഒരു പ്രതിസന്ധി ആയിട്ടാണ്, പരീക്ഷണമായിട്ടാണ് എല്ലാവരും കാണുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം രോഗം ഒരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് മരണത്തിന് ബ്രെയിൻ ട്യൂമർ വരേണ്ട ആവശ്യമില്ലല്ലോ. മരിക്കാൻ നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന വിളിക്കുന്ന സമയത്ത് നമ്മൾ പോകണം. പക്ഷേ രോഗം എന്ന് പറയുന്ന ഒരു അലേർട്ടാണ്. ശരിക്കും രോഗം ഒരു പ്രത്യേകിച്ച് മാരകമായ രോഗങ്ങൾ വരുമ്പോൾ നമുക്കതൊരു അലേർട്ടാണ്. നമ്മളെ ലൈഫിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്താം, നമുക്ക് മുന്നോട്ടുള്ള ലൈഫ് ഒന്നും കൂടി സൂക്ഷ്മതയിൽ ജീവിക്കാനുള്ള ശരിക്കും പറഞ്ഞൊരു ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ശരിക്കും അവസരമാണ് ഈ രോഗങ്ങൾ എന്ന് പറയുന്നത്. ശരിക്കും അതെ, ലൈഫിലൂടെ അല്ലേ ഞാൻ അനുഭവിക്കുന്നത്. ഇപ്പം ഏത് സമയത്തും ഞാൻ എന്നും ഞാനിങ്ങനെ എന്നെ തന്നെ ക്രോസ് ചെക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ വന്നു. പണ്ട് അതില്ലായിരുന്നു. ഇപ്പം തെറ്റുകൾ എല്ലാവർക്കും വരും, പക്ഷെ അത് നമ്മൾ തെറ്റുകൾ തിരുത്താൻ ആണല്ലോ നോക്കേണ്ടത്. തെറ്റുകൾ മനുഷ്യരാണ്, നമുക്കൊക്കെ വരും, നന്ദികേട് വരും. ഇപ്പോഴും എൻ്റെ കാലിൻ്റെ 5 വിരലുകൾ എന്നോട് ഇപ്പോഴും മിണ്ടൂല. അപ്പോൾ ആ വിരലുകൾ നോക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് അതിലും ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. കാരണം എനിക്ക് നന്ദികേട് വരുന്നു എന്ന് തോന്നുമ്പോൾ ഞാൻ അത് നോക്കും. കാരണം അപ്പം എനിക്ക് ഓർമ്മ വരും ഈ വിരലുകളായിരുന്നെങ്കിലോ അല്ലേ, ഇപ്പം ഞാൻ എല്ലാം തിരിച്ച് എല്ലാത്തിലേക്കും വന്നാൽ അത് എപ്പോഴും എനിക്കൊരു ഓർമ്മപ്പെടുത്തലാണ് സത്യത്തിൽ. പിന്നെ നമ്മൾ ഏതൊരവസ്ഥ, രോഗമായിക്കോട്ടെ ഇനി വേറെ ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ, നമ്മളെപ്പോഴും താഴെയുള്ള ആൾ അല്ല പറഞ്ഞ പോലെ തന്നെ നമ്മൾ താഴെയുള്ളവരിലേക്ക് നോക്കുക. നമ്മൾ മുകളിലുള്ളവരിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അതിനെ ഇതാക്കാൻ പറ്റും. അതാണത്. ഞാൻ കിടന്ന സമയത്ത് ഞാൻ നോക്കിയ കോമയിലുള്ള ആളുകളിലേക്കാണ്, ഇരുന്ന സമയത്ത് ഞാൻ നോക്കിയത് കിടന്ന ആളുകളിലേക്കാണ്. അപ്പം ഞാൻ നടക്കുന്ന സമയത്തൊക്കെ ആദ്യമൊക്കെ നടക്കുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ നോക്കുന്ന ഒരു രീതിയിലാണ് നടക്കുക. അപ്പം ഞാൻ വീൽ ചെയറിലുള്ളവരിലേക്ക് നോക്കും. അങ്ങനെ ഓരോ സ്റ്റെപ്പ് ഇപ്പോഴും ഞാൻ നടക്കുന്ന സമയത്ത് എനിക്കൊരു പ്രശ്നമേ അല്ല അത്. അതെന്തുകൊണ്ടാ വെച്ചാൽ ഇപ്പോഴും നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക എന്ന് പറയുന്നത് തന്നെ അള്ളാഹുവിൻ്റെ അത്രയും വലിയൊരു ക്ഷമ, സഹനം, പിന്നെ നമ്മുടെ പ്രാർത്ഥന അല്ലെ, അതുകൂടി നമ്മൾ ഓരോ രോഗികളും മീൻസ് ഇത് അഭിമുഖീകരിക്കുന്ന എന്ത് രോഗമായിരുന്നു. അതാണ്. പിന്നെ എന്താന്ന് വെച്ചാൽ അതായത് ശരിക്കും പറഞ്ഞാൽ രോഗികൾ നമ്മൾ ഹോസ്പിറ്റലുകളിൽ പോകുന്ന സമയത്ത് ചുറ്റുമുള്ള രോഗികളിലേക്കൊന്ന് നോക്കാനാണ് ഞാൻ പറയാം. കാരണം ഇപ്പം എനിക്ക് വന്നത് ബ്രെയിനിലാണ്. എനിക്ക് അതിൽ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ഇപ്പം എൻ്റെ നാവിന് ആണ് വന്നിരുന്നതെങ്കിലോ ഞാൻ അങ്ങനെ ചിന്തിക്കും, എൻ്റെ ടേസ്റ്റ് പോകൂലായിരുന്നോ. ഇപ്പം തൊണ്ടക്കാണ് വന്നിരുന്നതെങ്കിലോ അങ്ങനെ ഞാൻ ഓരോ ഭാഗം നോക്കി ചിന്തിക്കും. നമുക്ക് എന്താക്കാം, മറ്റുള്ള ആളുകളിലേക്ക് നോക്കി നമ്മൾ ശരിക്കും ആശ്വാസം കണ്ടെത്താൻ പറ്റും. അതെ. മറ്റൊരു ചോദ്യം പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ബ്രെയിനാണ് ഇത് ബാധിച്ചത്, മാരക രോഗം. അപ്പൊ ബ്രെയിനിന് ബാധിച്ചത് കൊണ്ട് ബ്രെയിനാണല്ലോ നമ്മളെ. അതെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും പഴയ ഓർമ്മകൾ മിസ്സാവുകയോ അങ്ങനെ എന്തെങ്കിലും? എല്ലാം ഓർമ്മ. ഓക്കെ, സന്തോഷം. പിന്നെ ഇതിപ്പോ ഏതായാലും പുസ്തകം യാഥാർത്ഥ്യമായി കഴിഞ്ഞ നവംബറിൽ ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ നമ്മുടെ പ്രശസ്ത മോട്ടിവേറ്ററും സാമൂഹ്യ പ്രവർത്തകയുമായ ഡോക്ടർ സൗമ്യ സരീൻ പുസ്തകം പ്രകാശനം ചെയ്തു. നിങ്ങളുടെ ഉപ്പ തന്നെ പിന്നെ എഴുത്തുകാരൻ കൂടിയ KP ഖാലിദ് പുസ്തകം ഏറ്റുവാങ്ങി. ഞാൻ ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. നല്ലൊരു മനോഹരമായ ചടങ്ങിൽ അത് പ്രകാശനം ചെയ്തു. ഒരുപാട് കോപ്പികൾ വിറ്റ് കഴിഞ്ഞു. നാട്ടിലും
കെയർ ഹോമിൽ നിങ്ങൾ തന്നെ പങ്കെടുത്ത ഒരു പരിപാടിയിൽ പ്രകാശനം കഴിഞ്ഞു. ആ ഒരു പ്രകാശന ചടങ്ങിനെ കുറിച്ച് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? ആ ഒരു പ്രകാശന ചടങ്ങ് ശരിക്കും പറഞ്ഞാൽ അവിടെ അത് ഉപ്പ തന്നെയാണ് പറഞ്ഞത്, അവിടെ വെക്കാം എന്നുള്ളത്. കെയർ ഹോമിൽ തന്നെ. അതെ, സത്യം പറഞ്ഞാൽ അത് മനോഹരമായ ഫുള്ള് ഈ രോഗ ചികിത്സ അവിടെ ആണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ ഒരു സംസാര ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം, ആ ഒരു ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് രോഗികൾ എന്നെ കാത്തവിടെ നിൽക്കുന്നുണ്ട്. അതിലൊരു അതെ. അപ്പൊ ഞാൻ അവിടുന്ന് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ആരും ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഞാൻ ഇറങ്ങിയ സമയത്ത് വീൽ ചെയറിലുള്ള ഒരു രോഗി, അവരൊരു മുസ്ലിം ആയിരുന്നു, അവരെൻ്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, നിങ്ങൾ ഉത്തരങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ചോദ്യം ചോദിക്കാനില്ലാത്തത് എന്ന് പറഞ്ഞു. അതേപോലെ അതിൽ നിന്ന് ഞാൻ രോഗം ഒരു അനുഗ്രഹമാണോ പരീക്ഷണമാണോ എന്ന് ചോദിച്ചപ്പോൾ ഒരാൾ എഴുന്നേറ്റെന്ന് പറഞ്ഞു, ഇത് രോഗം ഒരു അനുഗ്രഹമാണ് എന്ന്. അപ്പോൾ അതൊക്കെ ഒരുപാട് സന്തോഷം ഉണ്ടാക്കി. അതേപോലെ ആ രോഗിയുടെ തന്നെ ആ രോഗി ഒരു ഭാര്യയും ഭർത്താവും, ആ ഭർത്താവ് ഓടി വന്ന് സ്റ്റേജിലേക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ ഈ പുസ്തകം എല്ലാവരും പുസ്തകം കൊടുത്തു കഴിഞ്ഞിട്ട് ഈ പുസ്തകം നിങ്ങളെ കൈ കൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചേർത്ത് നിർത്തിയിട്ട് ഞാൻ അവർക്കത് കൊടുത്തു. അപ്പോൾ അതൊക്കെ ഒരു വ്യത്യസ്തമായ അനുഭവങ്ങൾ, കാരണം അവരിൽ നിന്ന് നമുക്ക് നേരിട്ടത് കാണാനല്ലോ. പിന്നെ അവരെ നേരിട്ട് എനിക്കത് പറഞ്ഞു കൊടുക്കാനും പറ്റി. സാധാരണഗതിയിലും ഏതൊരു ആൾക്കും ഒരു മോട്ടിവേഷൻ കൊടുക്കും, പ്രത്യേകിച്ച് രോഗികൾക്ക് കൊടുക്കുമ്പം മറ്റ് സാധാരണ ഒരാൾ കൊടുക്കുന്ന സമയത്ത് അവർക്കത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. അവർ ചിന്തിക്കും, എന്തുകൊണ്ട് നിങ്ങളതൊന്നും അനുഭവിച്ചിട്ടില്ലല്ലോ എന്ന്. പക്ഷെ ഞാൻ കൊടുക്കുമ്പോൾ ഞാൻ അവിടെ വന്ന് ശരിക്കും അള്ളാഹു എന്നെ അവിടെ കൊണ്ടിരുത്തുകയാണ്. അതായത് നമ്മളിലൂടെ മറ്റുള്ളവർക്ക് ഒരു വെളിച്ചമേകാൻ വേണ്ടി എന്നെ ഇങ്ങനെ ജീവിക്കുന്ന ഒരു പുസ്തകം വായിച്ച അനുഭവസ്ഥരെക്കാൾ ഒരുപക്ഷെ അവർക്ക് ഫീൽ അതാണ് ഞാൻ അവരോടൊക്കെ ചോദിച്ചല്ലോ. കാരണം ഞാൻ അതിലൊരു പാട്ട്, കേശ് താനൂരിൻ്റെ ഒരു പാട്ട് ഞാൻ പാടിയിരുന്നു, താങ്ങി തലോടിക്കൊണ്ടെന്നുള്ള ആ പ്രോഗ്രാം. ഞാൻ അവരോട് പറഞ്ഞു, കിടന്നു പോയവർക്ക് ശരിക്കും ഇത് ഫീൽ ചെയ്യുള്ളൂ, അള്ളാണ് നമ്മളെ നടത്തിക്കുന്നത് എന്നുള്ളൊരു കാര്യം. അത് അള്ളാഹു ആണ് നടത്തിക്കുന്നത് എന്നുള്ള ശരിക്കും ഫീൽ ചെയ്യണമെങ്കിൽ ഒരാൾ കിടക്കുമ്പോഴേ അത് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ അവരൊക്കെ തലയാട്ടിയിരുന്നു ശരിക്കും. ആ മുന്നിൽ മുഴുവൻ വീൽ ചെയറിലുള്ള ആളുകളായിരുന്നു. ഒരു നല്ല അനുഭവമായിരുന്നു അത്. പിന്നെ വായിച്ച ആളുകൾ പലരും ഇപ്പം യുവത പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചത്, അപ്പം യുവതൻ്റെ ഒരു പ്രതിനിധികൾക്ക് പലരും നമ്മോട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് വലിയ പ്രഭാഷകൻ ഡോക്ടർ ജാബിർ റഹ്മാനി, അതുപോലെ ഗ്രന്ഥകാരൻ പ്രൊഫസർ ഷംസുദ്ദീൻ പാലക്കോട്, അവർ ട്രെയിൻ യാത്രയിലാണ് ഇത് വായിച്ചത്. അപ്പം ട്രെയിനിൽ ഇങ്ങനെ വായിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അറിയാതെ കരയാണ്. അപ്പം അടുത്ത ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നിങ്ങനെ നോക്കിയിട്ട് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി വായന നിർത്തുകയാണ്, കാരണം കരച്ചിൽ നിൽക്കാൻ വേണ്ടി. അങ്ങനെ ആണ് ഈ പുസ്തകം വായിച്ചു തീർക്കുന്നത്. അപ്പം പുതിയ ഇറങ്ങിയ പുടവ മാസികയിൽ ഗ്രന്ഥകാരനും എഴുത്തുകാരൻ ഷെരീഫ് സാഗർ ഇതിനെക്കുറിച്ച് ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ആ ഒരു എന്താ പറയുക, വായനയിലൂടെ ഇത് ശരിക്ക് നിങ്ങളുടെ എഴുത്തിൻ്റെ ഒരു മാസ്മരിക ശക്തിയാണ് അത്. പിന്നെ അങ്ങനെ തന്നെ നമ്മളും അനുഭവിച്ച് അങ്ങനെ വായിച്ചു പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ നിലക്ക് ഈ പുസ്തകം ആദ്യ പതിപ്പ് വിറ്റ് തീരാറായി എന്നാണ് യുവത അറിയിച്ചിട്ടുള്ളത്. വൈകാതെ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഈ പുസ്തകം ഞാൻ എഴുതിയതും ഈ രോഗം അതിജീവിച്ചതും ഒക്കെ തന്നെ എല്ലാവർക്കും രോഗം അതിജീവിച്ച് ഞാനൊരു സർവൈവറാന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷെ ഒരിക്കലും ഞാനത് പറയൂല. അത് ഞാനൊരു സർവൈവർ ആണെന്നല്ല, ഞാനൊരു മനോഹരമായ കാവലിലൂടെ അങ്ങനെ കടന്നുപോയി എന്നുള്ളതാണ് സത്യം. ഈ പിന്നെ പേരും നിങ്ങൾ തന്നെയാണല്ലോ, മനോഹരമായ കാവൽ തന്നെയാണ്. ഇന്നും ആ മനോഹരമായ കാവൽ തന്നെ ആയിരിക്കണം. തീർച്ചയായിട്ടും ചിത്രങ്ങളും അതുപോലെ ഇതിൽ പ്രതിപാദിച്ച വ്യത്യസ്ത കഥാപാത്രങ്ങൾ, പിന്നെ ഡോക്ടേഴ്സ്, അവരുടെയൊക്കെ ഫോട്ടോസും ഒരു ആധികാരികത ഉണ്ട്, നിങ്ങളുടെ ചിത്രങ്ങളുണ്ട്. അപ്പം പിന്നെ പുതിയ പതിപ്പ് എങ്ങനെ ഞങ്ങൾ ഇനി പരിഷ്കരിച്ച് വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, പിന്നെ വായനക്കാരോട് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? നമ്മളൊരു ഈ ഗസ്റ്റ് റൂം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ? അല്ല, ഞാനിതിൽ ഉൾപ്പെടുത്തിയൊരു കാര്യം തന്നെയാണ്. കാരണം നമുക്ക് പ്രതിസന്ധികൾ അള്ളാഹു തരുന്നത് ഒരിക്കലും നമുക്ക് വിഷമം തരൂല എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ശരിക്കും വിഷമം നൽകുന്നത് ശരിക്കും നമ്മൾ മനുഷ്യരാണ്. മനുഷ്യർക്കാണ് പ്രയാസങ്ങൾ നൽകുന്നത്. അള്ളാഹു ഒരിക്കലും നമുക്ക് വിഷമം തരൂല. അള്ളാഹു എന്തെങ്കിലും നൽകുന്നതുണ്ടെങ്കിൽ അതിലൊരു എളുപ്പം അള്ളാഹു വെച്ചിട്ടുണ്ടാവും. അത് തീർച്ചയായിട്ടും എനിക്ക് ജീവിതത്തിൽ ശരിക്കും അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഇത്രയും എനിക്ക് എൻ്റെ ലൈഫിലെ ശരിക്കും പറഞ്ഞാൽ നിറങ്ങൾ നിറഞ്ഞത് ഈ ഒരു 2 വർഷത്തിലാണ്. ഇപ്പം എനിക്ക് 32 വയസ്സായി. ഞാൻ 30 വർഷം ജീവിച്ചത് ഇരുട്ടിലായിരുന്നു. ഈ ഒരു 2 വർഷം ശരിക്കും പറഞ്ഞാൽ മനോഹരമായൊരു വെളിച്ചമുള്ള വർഷങ്ങളായിരുന്നു. തീർച്ചയായിട്ടും
പിന്നെ നിങ്ങളുടെ ഇപ്പം നേരത്തെ ജോലി ചെയ്തിരുന്ന ദുബായിൽ കുറച്ച് സമയം വർക്ക് ചെയ്തിരുന്നു അല്ലേ? ഹസ്ബൻഡിന്റെ കൂടെ ഇല്ല, അവിടെ താമസിച്ചിട്ടേ ഉള്ളൂ. DH എക്സാം എഴുതി ക്ലിയർ ആയിരുന്നു. ആ സമയത്ത് കൊറോണ വന്നത്, പ്രഗ്നന്റ് ആവുകയും ചെയ്തുകൊണ്ട് നാട്ടിലേക്ക് വരികയായിരുന്നു. നാട്ടിൽ കുറച്ച് സമയം ജോലി ചെയ്തു അല്ലേ? നാട്ടില് ഒരു 5.5 വർഷത്തോളം ഞാൻ ജോലി ചെയ്തു. അതെ അതെ. ഈ അസുഖത്തിന്റെ ഇടക്കാണല്ലോ നിങ്ങൾ ഉംറക്ക് പോയി അല്ലെ? അതെ അതെ, ഉംറക്ക് പോയിട്ട് അതൊരു അപ്രതീക്ഷിതമായിട്ടാണ് ആ ഒരു യാത്രയും വരുന്നത്. ഫെബ്രുവരിയിലായിരുന്നു, കഴിഞ്ഞ ഫെബ്രുവരി ആയിരുന്നു. കഴിഞ്ഞ ശേഷമാണ്. അപ്പൊ ഉപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്, അതായത് നമ്മളിത് മുഴുവൻ മാറാൻ നിൽക്കാതെ നമ്മൾ നിയത്ത് വെക്കാം, നമുക്ക് പോകാം എന്നുള്ള. അപ്പൊ ആദ്യത്തെ അവസ്ഥയിൽ നമുക്ക് പോകാൻ പറ്റില്ല. നമ്മൾ പോയി സുഖമായിട്ട്. എനിക്ക് ആകെ ഉള്ള ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ കഅബ തവാഫ് ചെയ്യുമ്പോൾ നടന്ന് ചെയ്യണം എന്നായിരുന്നു. ഒരു പ്രയാസമില്ലാതെ തീർച്ചയായിട്ടും കഅബ മുഴുവനായിട്ട് ആ കഅബ തവാഫ് ചെയ്യാൻ എനിക്ക് സാധിച്ചു. ഉപ്പയായിരുന്നു. അതും അൽഹംദുലില്ലാ ഭംഗിയായി കഴിഞ്ഞു. ഇത് നമുക്ക് പറയാനുള്ളത് ഇതേ ഒരു മനോഹരമായ നിങ്ങളുടെ അനുഭവമാണെങ്കിൽ പോലും അതോടൊപ്പം ഒരു മനോഹരമായ രചനയാണ്. നിങ്ങളിൽ നല്ലൊരു എഴുത്തുകാരുണ്ട്, ഒരു ഡോക്ടർ മാത്രമല്ലല്ലോ. അതുകൊണ്ട് പുതിയ പിന്നെ ഒരുപാട് എഴുത്തുകൾ നിങ്ങളിൽ നിന്ന് വരണം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങളെ മനസ്സിലിപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ എഴുതാൻ വിഷയങ്ങൾ? അങ്ങനെങ്കിലും ചെറിയ വിഷയം ഇങ്ങനെ എനിക്ക് വരുന്നുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും അത് എഴുതി പൂർത്തിയാക്കണം. കൂടുതൽ രചനകൾ ഇൻഷാ അല്ലാഹ് വരണം. പിന്നെ നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു, നിങ്ങളെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സ്റ്റാറ്റസ് കൂടി എന്താണ്? നിങ്ങളെ ഹെൽത്തും ചികിത്സയും? ഇപ്പൊ ഫിസിയോതെറാപ്പിയും ന്യൂറോ മെഡിസിൻസും ആണുള്ളത്. അപ്പൊ ഈ കാലിന് താഴേക്കുള്ള ഒരു മസിൽസിന്റെ വീക്ക്നെസ് ആണ്. സ്ഥിരമായി നടക്കുകയും കൃത്യമായ ഫിസിയോതെറാപ്പിയും ആണുള്ളത്. അതുപോലെ ലൈഫ് ലോങ് ഇപ്പൊ കോയമ്പത്തൂരാണ് ചെയ്യുന്നത്. പക്ഷെ ഞങ്ങൾ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ഇൻഷാ അല്ലാഹ് നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള. പാലക്കാട്, മണ്ണാർക്കാട്, വാഴമ്പുറം. അപ്പൊ അവിടെ കരിമ്പനങ്ങളുടെ നാടാണ്. നിങ്ങൾക്ക് എഴുതാൻ കുറെ വിജയന്റെ ഒക്കെ നാടാണല്ലോ, കുറെ കാര്യങ്ങൾ കിട്ടും. മക്കൾ എന്ത് പറയുന്നു? നിങ്ങൾ ഇതൊക്കെ കുറെ മിസ്സായി മക്കൾക്ക് രണ്ടാൾക്കും, പിന്നെ വീടിന് കിട്ടി. എന്താണ് അവരുടെ ഒരു പ്രതികരണം? എൻ്റെ മോനൊക്കെ അതില് ശരിക്കും പറഞ്ഞാലൊരു അവൻ എനിക്കൊരു മാതൃകയായി. ഇപ്പം 4ാം ക്ലാസ്സിലാണ്. അവൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കും, എൻ്റെ ആ ഒരു പ്രായത്തിൽ എൻ്റെ അമ്മക്ക് എന്തെങ്കിലും ഒരു ചെറിയ പനി വരുമ്പോഴേക്കും എനിക്ക് അത്രയും ഞാൻ എക്സ്പ്രസീവാണ് ഭയങ്കര. പക്ഷെ എൻ്റെ മോൻ അതൊക്കെ ആ ഒരു കറക്റ്റായി അവൻ ഒരിക്കലും എൻ്റെ മുന്നിൽ നിന്ന് അത് കാണിക്കൂലായിരുന്നു. അത്രയും, അതായത് നമുക്ക് പോലും ഒരു മാതൃക അവൻ കാട്ടി തന്നു. പിന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും എന്താണോ അവൻ്റെ ഉപ്പ ചെയ്യുന്നത് അത് തന്നെ അതുപോലെ ഇപ്പോഴും അവൻ അത് ചെയ്തു തരുന്നുണ്ട്. പിന്നെ മോളെ സംബന്ധിച്ചിടത്തോളം അവളെ ഓർമ്മയിൽ നിന്ന് പിന്നെ എന്താ പറയുക, 11 വീഡിയോ കോളിൽ അവൾ മറന്നുപോയൊരു കാര്യം ഉണ്ടായിരുന്നു. പക്ഷെ നേരിട്ട് കണ്ടപ്പോൾ അവൾക്ക് ചെറിയ ഓർമ്മയുണ്ട്. പിന്നെ അവൾക്ക് മനസ്സിലായി എനിക്ക് എടുക്കാൻ പറ്റൂല എന്നുള്ള. പിന്നെ അവൾ തിരിച്ച് ഞാൻ അവളെ എടുക്കുന്നത് ശരിക്കും ഒരു ലാസ്റ്റ് ഈ പുസ്തകം എഴുതുന്നതിന് തീർക്കുന്നതിന് തൊട്ട് മുന്നെയാണ് ഞാൻ അവളെ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്തുള്ള ഒരു അനുഭവം ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സുഖമായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വളരെ സന്തോഷം. നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ ഹവ്വയ്ക്ക് ഇനിയും പറയാനുണ്ട്. പിന്നെ പക്ഷേ നമ്മുടെ ഈ ഒരു ഗസ്റ്റ് റൂമിൻ്റെ ഒരു സമയപരിധി കൊണ്ട് നമ്മൾ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ വൈകാതെ ഇതിൻ്റെ 2ാം പതിപ്പുമായി ഡോക്ടർ KP ഹവ്വ നമ്മുടെ മുമ്പിലെത്തും. ആ സമയത്ത് നമുക്ക് വീണ്ടും ഗസ്റ്റ് റൂമിലേക്ക് ഹവ്വയെ ഞങ്ങൾ കൊണ്ടുവരും. കൂടുതൽ അനുഭവങ്ങളും അതുപോലെ എഴുത്തിൻ്റെ മേഖലയിൽ കൂടുതൽ നമുക്ക് പലർക്കും ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങളാണ് ഷെയർ ചെയ്തത്. പ്രത്യേകിച്ച് ഈ പുസ്തകം എന്തായാലും ഓരോ വീട്ടിലും സൂക്ഷിക്കേണ്ട ഒരു അക്ഷയ കനി പോലെ സൂക്ഷിക്കേണ്ട ഒരു ഗ്രന്ഥമാണ്. വായിക്കുക. നമ്മുടെ ജീവിതം എങ്ങനെയാണ് ഓരോന്നും ഓരോ നിമിഷവും വിലപ്പെട്ടത്, ഓരോ അവയവവും അതിൻ്റെ പ്രാധാന്യം, വിലയും നിലയും ഒക്കെ എന്താണെന്ന് കൃത്യമായി അറിയാൻ നമുക്കിങ്ങനെ ഉള്ളിലൂടെ അരിച്ചിറങ്ങുന്ന രൂപത്തിൽ വായിച്ചു പോകുന്ന ഒരു പുസ്തകമാണ്. വളരെ സന്തോഷം. ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഗസ്റ്റ് റൂമിലേക്ക്, റേഡിയോ ഇസ്ലാമിൻ്റെ ഗസ്റ്റ് റൂമിൽ വന്നതിന് നിങ്ങൾക്കും കുടുംബത്തിനും എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഞാൻ ഒരുപാട് സ്നേഹവും അറിയിക്കുകയാണ് തിരിച്ചു. ഓക്കെ, താങ്ക് യു.